അവൻ കുനിഞ്ഞവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ അവൾ പകച്ചുപോയി. ഇനി കൂർപ്പിച്ച ഞാനിതാ കടിച്ചെടുക്കും. തള്ളവിരൽ കൊണ്ട് അവളുടെ ചുണ്ടിൽ തഴുകിയവൻ പറഞ്ഞു. അവൾ അവന്റെ കൈമാറ്റി തിരിഞ്ഞു. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചവൻ പാനിൽ കിടന്ന ചപ്പാത്തി എടുത്തു മാറ്റി. പരത്തി വെച്ച ചപ്പാത്തിയൊരെണ്ണം പാനിലേക്ക് വെച്ച്. ഞാൻ ചെയ്തോളാം, ഡോക്ടർ അവിടെ പോയിരുന്നു. അത് പറഞ്ഞത് അവനവളുടെ ടോപ്പ് നോക്കി ഇടുപ്പിൽ അമർത്തിപ്പിച്ച്. ഇനി എന്നെ ഡോക്ടർ എന്ന് വല്ലതും വിളിച്ചാ? അവിടെ വയറിൽ തഴുകി ഒന്നുകൂടി അവൻ അമർത്തി പിച്ചെടുത്തു. ശിക്ഷ ഇതായിരിക്കും എടോടി, അവളുടെ ഒരു ഡോക്ടർ. അതും പറഞ്ഞ് ചാടിത്തുള്ളി പോകുന്ന അവനെ നോക്കി ഒരു നാണം കലർന്ന ചിരിയോടെ അവൾ അവിടെ നിന്നു. പ്ലേറ്റിൽ അവനുള്ള ചപ്പാത്തി വച്ചവൾ പെട്ടെന്ന് കിച്ചണിലേക്ക് പോകാൻ നിന്നു. ആദിയുടെ കൈകൾ അവളിൽ പിടിമുറുക്കി. എവിടെ പോവാ? കിച്ചണിൽ. അവനെ അഭിമുഖീകരിക്കാനാവാതെ അവൾ പറഞ്ഞു. വേണ്ട, ഇവിടെ ഇരുന്നേ, എനിക്ക് വാരിത്താ, കൈവയ്യാത്ത. പ്ലാസ്റ്റിക് ഇട്ട് ഇടത് കൈ പൊക്കി അവൻ വിഷമത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ അവനെ മിഴിച്ചു നോക്കി. വലത് കൈ കൊണ്ടല്ലേ കഴിക്കുന്നത്? ആ, വലത് കൈക്ക് ഇപ്പൊ ചെറുതായിട്ടൊരു വേദന. നേരത്തെ വേദനയൊന്നും ഇല്ലായിരുന്നല്ലോ. ഹോ, പെണ്ണിന് സംസാരിക്കാനൊക്കെ അറിയാമല്ലേ. എൻ്റെ പെണ്ണടുത്തുള്ളപ്പോ വേദനയൊന്നും ഞാൻ അറിയില്ല. വാരിത്താതെയോ, നിന്റെ കൈ കൊണ്ട് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാ. അവൻ സിണുങ്ങി പറഞ്ഞത് അവൾ അവന്റെ കസേരയുടെ അടുത്തായിരുന്നു പ്ലേറ്റിലിരുന്ന ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി അവൻ നേരെ വിറച്ച് നീട്ടി. അവനൊരു പുഞ്ചിരിയോടെ അത് കഴിച്ചു. ചപ്പാത്തി കഴിക്കുന്നതിനൊപ്പം തന്നെ അവളുടെ വിരലുകളെല്ലാം അവൻ നുണഞ്ഞെടുത്തു. ഉമിനീരിന്റെ നനവ് അവളുടെ കയ്യിൽ തട്ടിയത് അവളുടെ വിറയിൽ കൂടി. ഹൃദയം ഉച്ചസ്ഥായിൽ ഇടിക്കാൻ തുടങ്ങി. അവൻ അവളുടെ കയ്യിലിരുന്ന പ്ലേറ്റ് വാങ്ങി ചപ്പാത്തി മുറിച്ച് അവൾക്ക് നേരെ നീട്ടി. കഴിക്കും. ചപ്പാത്തി വായിലേക്ക് വെച്ച് ചവച്ചതും അവൾക്ക് നല്ല വേദന എടുത്തു. എന്താടാ? അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടത് അവൻ ആകുലതയോട് ചോദിച്ചു. എനിക്ക് മതി, വിശപ്പില്ല. വേദനിക്കുന്നുണ്ടോ? അവളുടെ കവിളിൽ തഴുകി അവൻ ചോദിച്ചു. സോറി മോളെ. അവൾ അവനെ നോക്കി വിലങ്ങനെ തലയാട്ടി. അവൻ പെട്ടെന്ന് കിച്ചണിലേക്ക് പോയി ഫ്രിഡ്ജ് തുറന്നു നോക്കി. കുറച്ച് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്തൊരു കൈ കൊണ്ട് അവൻ തൊലി പൊളിച്ചു. എന്താ ചെയ്യണേ? ജ്യൂസ് ഉണ്ടാക്കാൻ. മാറിക്ക്, ഞാൻ ചെയ്യാം, കൈ വയ്യാത്തല്ലേ. അവൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് വാങ്ങി തൊലി നീക്കി അവൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി അവന് നേരെ നീട്ടി. എനിക്കല്ല, നിനക്കാ. അതും പറഞ്ഞ് ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് പോയി. അവൻ്റെ സ്നേഹവും കരുതലും കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കുടിക്കടി. മതി. പകുതിയോളം കുടിച്ചത് അവൾ പറഞ്ഞു. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ കുടിക്കടി. അവൻ അലറിയത് അവൾ ബാക്കി മുഴുവൻ കുടിച്ചു. ജാറിലിരുന്ന ബാക്കി ജ്യൂസ് ആ ഗ്ലാസ്സിലേക്ക് പകർത്തി അവനും കുടിച്ചു. റൂമിലെത്തിയതും ഭക്ഷണം കഴിക്കാൻ നേരമുള്ള നന്ദിയുടെ വേദനയോടുള്ള മുഖം ഓർക്കി അവൻ്റെ ഹൃദയം നേരി. അവൻ വലത് കൈയിലേക്ക് നോക്കി. ഈ കൈ കൊണ്ടാണ് ഞാൻ എൻ്റെ ദേവയെ വേദനിപ്പിച്ചത്. അവൻ ഭിത്തിയിലേക്ക് ആ വലത് കൈ ആഞ്ഞടിച്ചു. ഏറെ നേരം അവനത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. ദേവേട്ട. നന്ദിയുടെ ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞു നോക്കി. അവൾ പാഞ്ഞവൻ്റെ അടുക്കിലേക്ക് വന്ന് കൈ പിടിച്ചു നോക്കി. എന്താ ദേവേട്ട ഈ ചെയ്ത്? അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴി അവൻ്റെ കൈയിലേക്ക് വീണു. ചോര പൊടിഞ്ഞിരിക്കുന്ന ആ കൈകളിലേക്ക് നോക്കി അവൾ വിതുമ്പി. എന്താ ദേവേട്ട ഇത്? കൈകളിൽ അവൾ മൃദുവായി തലോടി. ഞാൻ നിന്നെ വേദനിപ്പിച്ചില്ലേ ദേവ, അതിനുള്ള ശിക്ഷയാണിത്. അടികൊണ്ട് വിങ്ങി അവളുടെ കവിളിൽ മൃദുവായി തലോടി അവൻ പറഞ്ഞു. ഞാൻ പറയാതെ പോന്നിട്ടല്ല എന്നെ അടിച്ചത്. എനിക്കതിലൊരു കുഴപ്പമില്ല. ദേവേട്ട എനിക്ക് വേണ്ടി സ്വയം ഇങ്ങനെ വേദനിക്കരുത്. അതെനിക്ക് സഹിക്കാനാവില്ല. നിനക്ക് വേണ്ടി എന്ത് വേദന ഞാൻ സഹിക്കും ദേവ. അവൻ മനസ്സിൽ മന്ത്രിച്ച് അവളെ നെഞ്ചോരം ചേർത്തു. അവൻ്റെ കൈകൾ അവൾ കൈകളിൽ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ചു. അവൻ പുഞ്ചിരിയോട് അവളുടെ നെറുകയിലേക്ക് ചുണ്ടുകൾ അമർത്തി. റൂമിൽ നന്ദയുടെ മടിയിൽ കിടക്കുകയാണ് ആദി. അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിയിലൂടെ തഴുകി നീങ്ങി. അവൻ ടോപ്പ് പൊക്കി അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. ദേവേട്ട. അവൻ്റെ താടിയും മീശയും കൊണ്ടിക്കിളിയായി അവൾ പുളഞ്ഞു. അവളുടെ വയറിൽ ചുണ്ടുകൾ കൊണ്ടുരച്ചവൻ മൂളി. ഞാനിപ്പോൾ വരാം. അവൻ്റെ തലമാറ്റാൻ ശ്രമിച്ചവൾ പറഞ്ഞു. വേണ്ട, ഇവിടെ ഇങ്ങനെ കിടക്കാൻ നല്ല സുഖമുണ്ട്. അതും പറഞ്ഞ് അവൻ്റെ ചുണ്ടുകൾ നാഭിച്ചൂഴിയിൽ അമർത്തി മുത്തി. അവൻ്റെ മുടിയിൽ അവൾ കൊരുത്തു വലിച്ചു. അവൻ്റെ ചൂട് ശ്വാസമേറ്റതും അവളുടെ ദേഹം കോരിത്തരിച്ചു പോയി. അങ്ങനെ തന്നെ കിടന്നവൻ ചെറു മയക്കത്തിലേക്ക് പോയി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൾ മെല്ലെ അവൻ്റെ തലയെടുത്ത് പില്ലോയിലേക്ക് വെച്ചു. അവൻ്റെ മുറിഞ്ഞ കൈകളിലും നെറ്റിയിലും മൃദുവായി തലോടി. നെറ്റിയിൽ അമർത്തി മുത്തി അവൾ പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് മാർക്കറ്റിൽ പോയ മോഹനൻ തിരിച്ചു വന്നു. അച്ഛാ. നന്ദ ഓടിപ്പോയി മോഹനൻ്റെ മാറോട് ചേർന്നു. നന്ദൂസേ. അവളുടെ തലയിലായി അയാൾ തലോടി. ആദ്യം മോൻ എന്നെ വിളിച്ചായിരുന്നു. നീ എന്താ അവിടുന്ന് ആരോടും പറയാതെ വന്നേ? അതച്ഛാ, ദയവേണ്ടി ചെറിയൊരു ആക്സിഡന്റ്. ആക്സിഡന്റോ?
എന്നിട്ട് അവിടെ കുഴപ്പമില്ലല്ലോ? അയാൾ ആകുലതയോടെ ചോദിച്ചു. ഇടത് കൈയിൽ പൊട്ടലായതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, റൂമിലുണ്ട്, ഉറക്കാം. അയാളൊന്ന് മൂളി റൂമിലേക്ക് പോയി. ദേവേട്ടാ. വേണ്ട മോളെ, അവൻ കിടക്കട്ടെ. ആദിയെ തട്ടി വിളിക്കാൻ പോയ നന്ദയെ നോക്കി മോഹനൻ പറഞ്ഞു. അവന്റെ തലയിൽ തലോടി അയാൾ പുറത്തേക്ക് ഇറങ്ങി. സഞ്ജയുടെ ഫോൺ കോളാണ് ആദിയെ ഉണർത്തിയത്. ഹലോ. ഉറക്കച്ചടവോടെ സംസാരിച്ചു. നീ ഇത് എവിടെയാടാ? എന്നോട് തറവാട്ടിലേക്ക് വരാൻ വേണ്ടി നിന്റെ പൊടി പോലും ഇല്ലല്ലോ. ആദ്യ ഫോണിൽ സമയം നോക്കി. ഉച്ചയായി. ഇത്രയും സമയമായോ? അവൻ അതും ചിന്തിച്ച് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഇവിടെ വരെ വന്നല്ലേ, അച്ഛനെ കൂടെ കണ്ടിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ കമ്പനിയിലേക്ക് പോവാ, ഒരു ഫയൽ സൈൻ ചെയ്യാനുണ്ട്. ആ ഓക്കെ. സുമേഷിനോട് കാറും കൊണ്ട് ഇവിടേക്ക് വരാൻ പറയണം. ഓക്കേടാ. നന്ദ റൂമിലേക്ക് വന്ന് കാണുന്നു ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ആദിയാണ്. അവൻ ഫോൺ കട്ട് ചെയ്ത് അവൾ നോക്കി. എന്നെ വിളിക്കാൻ ഞാൻ എന്താ ദേവ? ക്ഷീണം കാണില്ലേ, ഉറങ്ങിക്കോട്ടെന്ന് കരുതി. അച്ഛനിപ്പോ വരും. അച്ഛൻ വന്നു. വന്നോ? അതും പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴിയും അച്ഛനെ കാണാൻ പോയി. ഹാളിൽ TV കണ്ടുകൊണ്ടിരിക്കുന്ന മോഹനൻ അച്ഛനും മോനും സംസാരിക്കാൻ നോക്കി. നന്ദ അവിടെ നിന്നു. കുറച്ചേരം അച്ഛനോടത്ത് ചെലവഴിച്ച് ഒരുമിച്ച് ആഹാരം കഴിക്കാനിരുന്നു. കഞ്ഞി മതിയെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് നന്ദ കഞ്ഞി ഉണ്ടാക്കിയിരുന്നു. കഞ്ഞിയും പയറുതോരനും അച്ചാറും കൂട്ടി അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു. കാറും കൊണ്ട് ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനോട് യാത്ര പറഞ്ഞവർ കൈലാസം വീട്ടിലേക്ക് തിരിച്ചു. കൈലാസം വീട്ടിൽ കാർ നിർത്തിയതും കാറിൽ നിന്നിറങ്ങാൻ നന്ദ മടിച്ചു നിന്നു. ഹലോ, ഇറങ്ങുന്നില്ലേ? ഷോളിൽ പിടിച്ചിരിക്കുന്ന അവിടെ കയ്യിൽ പിടിച്ച് ആദ്യം ചോദിച്ചു. നന്ദ ഡോറ് തുറന്നിറങ്ങി. ആദ്യം അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. ഹാളിലായി തന്നെ മുതിർന്നവരെല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. മോളെ. നന്ദയെ കണ്ടത് മുത്തശ്ശൻ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു. ആരോടും പറയാതെ എവിടെ പോയതാ മോളെ നീ? മുത്തശ്ശന്റെ അരികിലേക്ക് അവളെ പിടിച്ചിരുത്തി തലയിൽ തഴുകി അയാൾ ചോദിച്ചു. അത് വീട്ടിൽ പോയതാ, അവൾ തലതാഴ്ത്തി പറഞ്ഞു. രാധിക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് മോൾ ആരോടും പറയാതെ പോയത്? മുത്തശ്ശൻ ചോദിച്ചതിന് നന്ദ മറുപടി ഒന്നും പറഞ്ഞില്ല. ആദ്യം അവർക്ക് എതിർവശത്തായുള്ള സെറ്റിലിരുന്നു. അബി, നീ പോയി എല്ലാവരെയും വിളിച്ചിട്ട് വന്നേ. മുത്തശ്ശൻ പറഞ്ഞത് അഭിരാം തലയാട്ടി അവിടുന്ന് എഴുന്നേറ്റു. കുറച്ച് നിമിഷത്തിന് ശേഷം കൈലാസം വീട്ടിൽ എല്ലാവരും ഹാളിൽ വന്നു. രാധികയെ കണ്ടത് ആദ്യ ദേഷ്യം കൊണ്ട് ഉറച്ചു. മുത്തശ്ശനോട് ചേർന്നിരിക്കുന്ന നന്ദയെ കണ്ടത് രാധിക പല്ലുരുങ്ങി. എത്ര പറഞ്ഞാലും ഇത് പോവില്ലല്ലോ, നാശം. രാധിക ദേഷ്യത്തോടെ ചുണ്ടുകൂട്ടി പതിയെ പെരുകിട്ടു. അടുത്തുനിന്ന പൂജ നന്ദയെ നോക്കി പുച്ഛിച്ചിരിച്ചു. രാധികയെ. എന്താ അച്ഛാ? ഇവൾ ആരാണെന്ന് നിനക്ക് അറിയില്ലെന്നുണ്ടോ? നന്ദയെ ചേർത്ത് പിടിച്ച് മുത്തശ്ശൻ ചോദിച്ചു. അറിയാം. എങ്കിലൊന്ന് പറഞ്ഞേ. അറിയാം, അത് ആദിയുടെ വൈഫ്. അതായത് കൈലാസം വീട്ടിലെ ചെറുമകൾ. അവളെ കുറ്റപ്പെടുത്താൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? രാവിലെ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാ ഞാൻ മൗനം പാലിച്ചത്, അല്ലാതെ നിന്നെ സപ്പോർട്ട് ചെയ്തല്ല. ഇവിടെ ഇപ്പൊ എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ നന്ദയോട് പറഞ്ഞു പോലും ക്ഷമ ചോദിക്കണം. അതച്ചാ, ഞാനുള്ളതല്ലേ പറഞ്ഞത്. ഇവള് വലുതാറ് വെച്ച് കയറിയപ്പോഴല്ലേ ആദ്യം ഒരു ആക്സിഡന്റ് പറ്റിയത്. അത്രയും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അവൻ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റണമെങ്കിൽ ഇവളുടെ ജാതകദോഷം ആയിരിക്കില്ല കാരണം. ഞാനൊരു തെറ്റും പറഞ്ഞിട്ടില്ല, സോറിയും പറയില്ല. നന്ദയെ ചൂണ്ടിക്കാട്ടി രാധിക പറഞ്ഞു തീർന്നു. ആദിയുടെ അരികിലിരുന്ന ഫ്ലവർ വേസ് പൊട്ടിച്ചിതറി. നിങ്ങൾ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മരുമകൾ പൂജ ഇവിടെ കയറി 2 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ അമ്മ മരിച്ചു വരുന്നല്ലോ, ഓർമ്മയുണ്ടോ അതൊക്കെ? അതപ്പോ പൂജയുടെ ജാതകദോഷം ആയിരിക്കുമല്ലേ? ആദി ദേഷ്യത്തോടെ അവിടെ മുകളിൽ നിന്നരഞ്ഞു. സെറ്റിലിരുന്ന് കണ്ണീർ വാർക്കുന്ന നന്ദയെ കാണുന്തോറും അവന് സമനില തെറ്റി. പൂജയെ പോലെയാണ് ഇവള്. പൂജയുടെ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അമ്മയെ കൊന്നല്ലേ ഇവള് പുറത്തു വന്ന്? നന്ദയെ ചൂണ്ടിക്കാട്ടി വീറോടെ രാധിക പറഞ്ഞു കഴിഞ്ഞതും ആദിയുടെ കൈ അവരുടെ കവിളിൽ പതിഞ്ഞു. ആദി! രാമകൃഷ്ണൻ ആലോചിച്ചു. ആളിരുന്ന എല്ലാവരും നിമിഷം നടുങ്ങി. രാധിക അടികിട്ടിയ കവിൾ പൊത്തിപ്പിടിച്ച് പകപ്പോടെ അവനെ നോക്കി നിന്നു. നീ എന്താ നീ ചെയ്ത്? നിന്റെ വല്യമ്മയാണവള്. മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല നിനക്ക്? എന്റെ ഭാര്യ അടിക്കാൻ നിനക്കതിന് ധൈര്യം വന്നു? രാമകൃഷ്ണൻ അവന്റെ കോളിൽ പിടിമുറുക്കിയതു ആദ്യ ബലമായി അയാളുടെ കൈ തട്ടിമാറ്റി. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് കൊടുക്കാൻ എനിക്കറിയാം. അതാരും ആദ്യം പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഇവർക്ക് ഞാൻ പലതവണ വാണിംഗ് കൊടുത്തിട്ടുള്ള, എന്നിട്ടും അടങ്ങിയില്ല. ഞാൻ ചെയ്തതിലൊരു തെറ്റും കാണുന്നില്ല. എന്റെ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരിക്കാൻ എന്റെ നട്ടെല്ലാവർക്കും ഞാൻ പണം വെച്ചിട്ടില്ല.